ഇങ്ങനെ നമ്മൾ ബീഫ് കഴുകി ഇതിൻ്റെ അകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവാള അവസാനം നമ്മൾ നല്ലപോലെ മിക്സ്. ഹലോ മലയാളീസ്, എന്നാ ഉണ്ട്? ഇന്നിപ്പം പണിയൊന്നുമില്ലാതെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് പോയ സമയത്ത് കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തി ഇങ്ങനെ റീൽസൊക്കെ കണ്ട് അതിൻ്റെ അത് ഫുഡ് നമ്മുടെ ഈ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ കൂടുതൽ ഫുഡിനെ ആക്രാന്തം തോന്നുന്നത്. അതുപോലെ ഫുഡിങ് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന സമയത്ത് കപ്പ ബിരിയാണിയുടെ ഒരു വീഡിയോ എന്നെ കൂടെ കാണിച്ചു തന്നു. അന്ന് തൊട്ട് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള സാധനമായിരുന്നു അത് ഉണ്ടാക്കണം എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അതുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കപ്പയും ബീഫും മുതലായ സാധനങ്ങൾ നമ്മുടെ ഇവിടെ രണ്ടാം തരം, അതായത് എല്ലാം കപ്പയും കിട്ടാൻ മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ സാധാ ഇറച്ചി. അപ്പം ഇവിടെ മൊറിസോണിൽ എല്ലും കപ്പയും കിട്ടും കേട്ടോ. മറ്റേ എല്ലും മീറ്റും സെപ്പറേറ്റായിട്ട്. പക്ഷേ ഇത് നുറുക്കാനുള്ള സംവിധാനം നമ്മളവിടെ ഇല്ലാത്തതുകൊണ്ടും വെട്ടുകത്തി മുതലായ സാധനം ഇല്ലാത്തതുകൊണ്ടും നമ്മളിത് വേണ്ട എന്ന് വെച്ച് ഇടയിൽ പോയി ഇറച്ച് തന്നെ മേടിക്കുന്നു. ഇവിടെ മൊറിസോണിൽ ബീഫിന് ഇന്ന് വില നല്ല രീതിയിൽ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ലിഡിലും കൂടി ഇപ്പോൾ നോക്കിയിട്ട് അവിടുത്തെ വില അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. ഇതാ ഇവിടെ നമ്മുടെ ഫ്രോട്ട്സും കപ്പ ഇരിപ്പുണ്ട്, ഇതെടുത്താൽ മതി. മറ്റതും കിട്ടും കേട്ടോ, അതായത് നമ്മുടെ തൊലിയോട് കൂടിയ സാധനം ഇവിടെ കിട്ടും. ഇതിൻ്റെ തൊലി കൊടുക്കാൻ നല്ലത്, കാരണം നമ്മളതെടുക്കണം. ഇതിൻ്റെ 2 പാക്കറ്റ് എടുക്കുന്നു. ഇവിടെ എല്ലാ സാധനം ഫ്രൂട്ട്സുണ്ട്, കപ്പയുണ്ട്, ഇതിൻ്റെ മോളിൽ ബീൻസ് ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലും കുറേ ഫ്രൂട്ട്സും സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങി ബില്ലടിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്കിനി ലിഡിലിൽ പോയി ബീഫിൻ്റെ വില നോക്കാം. ഓക്കെ, പറഞ്ഞ പോലെ നമ്മൾ ലിഡിലിൽ വന്നു. ഇവിടെ ബീഫിന് ഫാമിലി പാക്കിന് 12 പൗണ്ടും മറ്റേന് 6 പൗണ്ടും. നമുക്ക് ചെറുത് മതിയില്ല. അപ്പം മൊറിസോണിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇവിടെ വില കുറവാണ് ഇന്ന്. അങ്ങനെ നമുക്ക് ആവശ്യമായ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നാട്ടിലുണ്ടാക്കുന്ന പോലെ അത്ര പക്കയെന്നായിരിക്കില്ല ഇവിടെ വെച്ചുണ്ടാക്കുന്നത്, കാരണം ചില സാധനങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഉള്ളതുപോലെ ഓണം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് വാ ഇനി നമുക്ക് ഉണ്ടാക്കുന്ന ചടങ്ങിലേക്ക് കയറാം. അപ്പം കപ്പയും ബീഫും. ഹലോ മലയാളീസ്, നമ്മൾ കപ്പ ബിരിയാണി എന്ന പരിപാടി മാറ്റി വെച്ചിട്ട് നമ്മൾ പാൽക്കപ്പയും പോത്ത് കറിയും അതുണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വാ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ കപ്പ കഴുകിയെടുത്ത് കൊത്തി നുറുക്കി നമ്മൾ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് കിടക്കാം. ഇങ്ങനെ നമ്മൾ ബീഫ് കഴുകി കപ്പ നുറുക്കി ബീഫിനോട് സവാള അരി, ഇതിൻ്റെ അകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവാള ഇത്രയും ഇട്ട്, പിന്നെ ഗരം മസാല ഇത്രയും ഇട്ട് ഇനി നല്ലൊരു ഇളക്കം കൈകൊണ്ട് ഇളക്കാൻ പോവുകയാണ്. അവസാനം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൻ്റെ അകത്തിട്ട് വേവിക്കാം. വേറെ കുക്കർ എവിടെ? നമ്മൾ മിക്സ് ചെയ്ത് കുക്കറിൻ്റെ അകത്തിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വേവിക്കാം. ബീഫ് ഇതെന്തത്? ഉള്ളി, പച്ചമുളക് അരച്ച സാധനം. ഇനി നമുക്കിതെല്ലാം കൂടി ഇളക്കണം. ഇടിച്ചിടിച്ചിടിച്ച് നമുക്കിത് പാൽക്കപ്പയാക്കണം. ശേഷം സ്ക്രീനിൽ അടുത്ത ഉമ്മച്ചി പാലൊഴിക്കുന്നതാണ്, തേങ്ങാപ്പാൽ. ഓക്കെ, അതൊഴിച്ച് ഇളക്കി. അടുത്തതായി നമ്മൾ കടുക് വറുത്ത് പൊട്ടിക്കാൻ വേണ്ടി പോകണം. ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ വേണ്ടി ആദ്യം കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കാനായി കടുക് വിറ.
ഒരു കൈ ഇവിടുത്തെ കടുക് പൊട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടേസ്റ്റ് ഗൈസ്. കടുക് പകുതിയോളം പൊട്ടി ഈ പാത്രത്തിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ചുമന്നുമുളക്, പമ്പമുളക്, അത് തന്നെ. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കരിവേപ്പില. ഇനി കടുവറ വറുത്തിട്ട് നേരെ കൂട്ടിയും ദ പാൽക്കപ്പ. അങ്ങനെ രാസപ്രവർത്തനം സംഭവിച്ച കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കരിവേപ്പില മുതലായ സാധനങ്ങൾ നമ്മൾ നേരെ കപ്പയിലേക്ക്. എല്ലാം കൂടി കൂട്ടമായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി. തൊട്ടിപ്പുറേ ബീഫ് ഇതുവരെ ഒന്നും ആയിട്ടില്ല, അതുപോലെ തന്നെ നിൽക്കുന്നു. ഞാനിപ്പോൾ ഒന്നും വേഗിയല എന്ന കടുംഭാഷയിലാണ് ബീഫ് നിൽക്കുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേന് വേഗിക്കുന്ന പ്രതീക്ഷയോടെ ഇസ്മി ഷാരോൺ സൈനിങ്. അങ്ങനെ അവസാനം നമ്മുടെ ബീഫ് വെന്തു ഗൈസ്, ബീഫ് വെന്തു. അങ്ങനെ അവസാനം പാൽക്കപ്പയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാം. ഓക്കെ. കുറേ പേരുടെ അധ്വാനങ്ങൾക്ക് പരിശ്രമമായി പാൽക്കപ്പയും ബീഫ് കറിയും റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇനി എന്താ പരിപാടി? കഴിക്കുക തന്നെ, അല്ലാതെ പിന്നെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇസ്മി ഷാരോൺ. ബൈ.